ഹായ്, ഇന്ന് നമ്മൾ ഇവിടെ ഒരു സാരിയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. അത് വെച്ച് ചുരിദാർ ടോപ്പും എങ്ങനെ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാമെന്ന് കാണിക്കുന്നത്. ആദ്യം നമ്മൾ ടോപ്പ് കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. ബാക്കിയെല്ലാം ഓരോ ഭാഗങ്ങളായിട്ട് കാണിക്കും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ലൈനിങ് എടുത്തിട്ടിരിക്കുകയാണ്. ലൈനിങ് 4 മടക്കിയാണ് ഇട്ടിരിക്കുന്നത്. 2 മീറ്റർ തുണിയാണ് ലൈനിങ്ങിന് വേണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ 39 ഇഞ്ച് 40 ഇഞ്ചോളം ലെങ്ത് ഉണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ വിഡ്ത്തല്ല, ഷോൾഡർ എന്ന് പറയുന്നത് 7 ഇഞ്ചാണ്. അപ്പോൾ 7 ഇഞ്ച് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നു. അതേ 7 ഇഞ്ച് താഴോട്ടും ആം ഹോളിന് വേണ്ടി അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഇനി എവിടെയും 7 ഇഞ്ചുണ്ടോ എന്ന് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ നമുക്കിത് സ്കെയിൽ വെച്ച് വരച്ചെടുക്കാം. ഇനി ചെസ്റ്റ് വണ്ണം എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് കൂടെ തയ്യൽ തുമ്പിന് വേണ്ടി കൂട്ടുന്നു. അപ്പോൾ അത് നമ്മൾ അവിടെ അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇനി നമ്മൾ വേസ്റ്റ് ലെങ്താണ് താഴോട്ട് വേസ്റ്റ് ലെങ്ത് എത്രയാണെന്നാണ് നോക്കുന്നത്. വേസ്റ്റ് ലെങ്ത് 14 ഇഞ്ചാണ്. അതുപോലെ താഴോട്ട് സ്ലിറ്റ് ഇടാനുള്ള ലെങ്ത് എത്രയാണെന്ന് അടയാളപ്പെടുത്താം. അത് 21 ഇഞ്ചാണ്. അപ്പോൾ അത് രണ്ടും അടയാളപ്പെടുത്തി. ഇനി വേസ്റ്റിൻ്റെ വണ്ണം എത്രയാണെന്ന് നോക്കാം. അത് 9 ഇഞ്ചാണ്. അപ്പോൾ ആ 9 ഇഞ്ചിൻ്റെ കൂടെയും 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൂട്ടുന്നു. അപ്പോൾ 11 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. ഇനി സ്ലിറ്റ് വണ്ണവും നമുക്ക് അടയാളപ്പെടുത്തണം. സ്ലിറ്റ് വണ്ണം 10 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂട്ടുന്നു. അങ്ങനെ 10 ഇഞ്ചിൻ്റെ കൂടെ 1 ഇഞ്ച് കൂടെ കൂടുമ്പോൾ 11 ഇഞ്ച് കിട്ടും. എന്നിട്ട് ബോട്ടം ഭാഗത്ത് താഴറ്റം നമ്മൾ 11 ഇഞ്ചാണ് കൊടുക്കുന്നത്. എന്നിട്ട് അതിൻ്റെ കൂടി ഒരു 1 ഇഞ്ച് കൂട്ടുന്നു. അപ്പം 12 ഇഞ്ച് കിട്ടും. എന്നിട്ട് നമ്മളിത് ഷേപ്പ് ചെയ്ത് വരച്ചെടുക്കുന്നു. താഴോട്ട് സ്കെയിൽ വെച്ച് വരച്ചെടുക്കുക. ഇനി നമുക്ക് കൈക്കുഴി അടയാളപ്പെടുത്താം. അവിടെ ഒരു 1.5 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് ഇനി ആം ഹോൾ കർവ് വെച്ച് നമ്മളത് ഷേപ്പ് ചെയ്തെടുക്കുന്നു. ഇനി നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ആ ലൈനിങ് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇനി മെയിൻ തുണി സാരി നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആ സാരി ഫോൾഡ് ചെയ്തതിൻ്റെ ഇടയിൽ ഈ ലൈനിങ് വെച്ച് കൊടുക്കുന്നു. സാരിയുടെ കരഭാഗം നമ്മൾ എടുക്കുന്നില്ല. സാരിയാണെന്നറിയാത്ത രീതിയിലാണ് ഈ ചുരിദാർ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 45 ഇഞ്ചാണ് സാരിയുടെ ലെങ്ത്. ലൈനിങ്ങിൻ്റെ നമ്മൾ പറഞ്ഞ് 39 അനുസരിച്ചുള്ള തുണിയെ കാണത്തുള്ളൂ. അപ്പം നമ്മൾ ഇതിൻ്റെ സാരിയുടെ ലെങ്ത് 45 നമ്മൾ എടുക്കുന്നു. 45 ഇഞ്ചാണ്. ഇനി നമുക്കത് കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇനി നമ്മൾ അടുത്തത് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. സ്ലീവിൻ്റെ ലെങ്ത് 16 ഇഞ്ചാണ്. സ്ലീവ് നമ്മൾ 16 ഇഞ്ചാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്തായിട്ട് എടുക്കുന്നത്. അത് നമ്മളിവിടെ അടയാളപ്പെടുത്തുന്നത്. ഇത് 4ആയിട്ടാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ആ കരഭാഗം അവിടെയും സ്ലീവിന് വരാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ലൈൻ വരച്ചെടുക്കുന്നത്. ഇനി കൈക്കുഴി ആം ഹോൾ എന്ന് പറയുന്നത് 10 ഇഞ്ചാണ്. അവിടുന്ന് താഴോട്ട് നമ്മളൊരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നു. എന്നിട്ട് അതിൻ്റെ ഷേപ്പ് നമുക്ക് വരച്ചെടുക്കും. അടയാളപ്പെടുത്തിയിട്ട് വരച്ചെടുക്കുന്നു. നമ്മൾ കർവ് വെച്ചാണ് ആ ഷേപ്പിനെ വരച്ചെടുക്കുന്നത്. ഇനി അതിൻ്റെ താഴെ ബോട്ടം ഭാഗത്ത് വണ്ണം 5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 2 ഇഞ്ച് തയ്യൽ തുമ്പം ചേർക്കുന്നു. അപ്പം നമുക്ക് 7 ഇഞ്ച് കിട്ടും. എന്നിട്ട് നമുക്കിനി കട്ട് ചെയ്തെടുക്കാം. ഈ വീഡിയോ എല്ലാവർക്കും
ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ നമ്മൾ വരുന്നതാണ്. ഇനി ഇതിൻ്റെ നെക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഇനി വരാം. താങ്ക് യു.